ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലന്റ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോയുടെ കോച്ച് പ്രാക്ടീസ് ഗ്രൗണ്ടിന് കയറുന്നതിന് മുമ്പ് എല്ലാ പ്ലേയേഴ്സിന്റെ കാറിന്റെ ബോണറ്റിൽ കൈവച്ച് നോക്കുമായിരുന്നു. ആൻഡ് എല്ലാ ബോണറ്റും അത്യാവശ്യം ഹീറ്റഡ് അപ്പ് ആയിരിക്കും, എക്സെപ്റ്റ് നമ്മുടെ റൊണാൾഡോയുടെ ബോണറ്റ് മാത്രം അത്യാവശ്യം നോർമൽ ടെമ്പറേച്ചറിലോട്ട് എത്തിയിട്ടുണ്ടാവും. മീൻസ് ദാറ്റ് അതായത് പുള്ളിക്കാരൻ എല്ലാവരെക്കാളും മുമ്പ് അവിടെ പ്രാക്ടീസിന് എത്തിയിട്ടുണ്ടാവും. ആൻഡ് എല്ലാവരും പോയതിന് ശേഷം മാത്രമായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നുണ്ടാവുക. സോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 40കളിൽ അദ്ദേഹത്തിന്റെ ഫിസിക് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതേപോലെ തന്നെ 2018 2026 തമ്മിലുള്ള അദ്ദേഹത്തിന്റെ ഫിസിക് ചേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു നോർമൽ മനുഷ്യന് അങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളത് ആക്ച്വലി സംശയമുള്ള കാര്യമാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ ഹാർഡ് വർക്ക് ആണ്. പുള്ളിക്കാരൻ്റെ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ടാലന്റ് ഇല്ലെങ്കിലും നമുക്ക് ആ ടാലന്റിനെ ഹാർഡ് വർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, നിങ്ങൾക്ക് കഴിവില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി നിർത്തിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ തോറ്റു പോവുകയാണെങ്കിൽ തോറ്റുപോട്ടെ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാതെ നിങ്ങൾ അവിടെ തോറ്റുപോയാൽ നിങ്ങളുടെ പ്രശ്നം മാത്രമായിരിക്കും. ഓൾവേസ് റിമെമ്പർ, ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലന്റ്.